ഫ്ലവേഴ്സിലൂടെ കേരളത്തിൻ്റെ മനസ്സ് കീഴടക്കിയ കുട്ടേട്ടൻ ഇന്നു മുതൽ പോത്തങ്കോട് ശാന്തഗിരി ഫെസ്റ്റിവലിലുണ്ട്. അതിൻ്റെ അവതാരകനായി ഞാൻ പോയിട്ടില്ല, പക്ഷേ കുട്ടേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കുട്ടേട്ടനുമായി സംവദിക്കാൻ അവസരമുണ്ടാകും. സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസ്യ ഒരുക്കുന്ന അത്യപൂർവമായ ഒരു സംഗീത നിശ്ചയം ഇന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. സർവ്വമത സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. പോത്തങ്കോട് ശാന്തഗിരി ആശ്രമത്തിൻ്റെ ഈ ഫെസ്റ്റിൽ നിന്ന് എം.ജി. പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പ്രതീഷ്, യഥാർത്ഥത്തിൽ ശാന്തഗിരി ഫെസ്റ്റ് ഇന്ന് പൊളിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ? തീർച്ചയായും ഈ ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം ആഘോഷമാക്കാൻ ശാന്തഗിരി ഒരുങ്ങിക്കഴിഞ്ഞു. ഫ്ലവേഴ്സും 24ഉം ശാന്തഗിരിയും ചേർന്നാണ് ഇത്തരത്തിൽ വർണ്ണാഭമായ ഒരു ഫെസ്റ്റ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. ഇപ്പോൾ ഈ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നായ കുട്ടേട്ടന്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. നിരവധി കുട്ടികളാണ് ഒരു കൗതുകത്തോടു കൂടി കുട്ടേട്ടനെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. അതോടുകൂടി തന്നെ കുട്ടേട്ടനെ നേരിൽ കാണാനും സംവദിക്കാനുമുള്ള അവസരമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇന്ന് കുട്ടേട്ടനെ കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ നിരവധി കുട്ടികൾ ശാന്തഗിരിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ ഫെസ്റ്റിന്റെ ഭാഗമാകാനും എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. ഈ ശാന്തഗിരി ആശ്രമത്തിലെ സ്വാമിമാർ ചേർന്നുകൊണ്ടാണ് ഈ കുട്ടേട്ടന്റെ കാണാനുള്ള അല്ലെങ്കിൽ ഈ ഒരു പവലിയന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വലിയ തരത്തിലൊരു ആകാംക്ഷ ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കടക്കമുണ്ട്. കാരണം ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെയാണ് കുട്ടേട്ടൻ അത്രത്തോളം ഈ ജനമനസ്സുകൾ കീഴടക്കുന്നത്. നേരത്തെ പാലക്കാട് കൽപ്പാത്തി ഫെസ്റ്റിലടക്കം വലിയ താരമായ ഒന്നായിരുന്നു കുട്ടേട്ടൻ. അതുകൊണ്ട് തന്നെ ഈ ശാന്തഗിരി ഫെസ്റ്റിലും നിരവധി ആളുകളാണ് കുട്ടേട്ടന്റെ ഒരു സാന്നിധ്യം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്ന ബൈജു കൊട്ടാരക്കര നമുക്ക് ഒപ്പമുണ്ട്. ചേട്ടാ, വലിയ സസ്പെൻസുകളാണ് ഈ ശാന്തഗിരി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ്? ഒരുപാട് വൈവിധ്യങ്ങളായ കാര്യങ്ങളാണ് ശാന്തഗിരി ഫെസ്റ്റിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുട്ടേട്ടൻ തന്നെയാണ്. പാലക്കാട് നമുക്ക് ആയിരക്കണക്കിന് കുട്ടികളും കുടുംബങ്ങളും ഒക്കെയാണ് കുട്ടേട്ടനുമായി സംവദിക്കാൻ എത്തിയത്. ഇവിടെയും അതേപോലെ തന്നെ ഇന്നലെയൊക്കെ ഇത് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നൂറുകണക്കിന് കുട്ടികളോട് വരികയും ഇത് കാണാനുള്ള ആകാംക്ഷയിലൂടെ വരികയൊക്കെ ചെയ്തിരുന്നു. ഇന്നും ഇതേപോലെ തന്നെ നിരവധി കുട്ടികൾ ഇപ്പോഴുണ്ട്. ഫാമിലികളൊക്കെ ടിക്കറ്റുമായി ക്യൂ നിൽക്കുന്നു. അവരെല്ലാവരും കുട്ടേട്ടനെ കാണാനുള്ള ആകാംക്ഷയിലാണ്. കുട്ടേട്ടൻ മാത്രമല്ല, ഇവിടെ വൈവിധ്യങ്ങളായ ഒരുപാട് പരിപാടികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള വാട്ടർ ഫൗണ്ടന്, അതേപോലെ തന്നെ ഇവിടെ വൈൽഡ് ഗാർഡൻ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കൂടാതെ ഇന്ന് സ്റ്റീഫൻ ദേവസ്യയുടെ ഒരു പ്രോഗ്രാമും വെച്ചിട്ടുണ്ട്. വൈകുന്നേരം സർവ്വമത സമ്മേളനമുണ്ട്. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ പാണക്കാട് ശിഹാബലി തങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മത നേതാക്കൾ എല്ലാവരും ചേർന്നുള്ള ഒരു മത സമ്മേളനം വൈകുന്നേരം നടക്കുന്നു. അതോടൊപ്പം തന്നെ ശിവൻ ദേവസ്യയുടെ ഗാനമേളയോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾക്ക് തിരിയിട് കൊളുത്തുകയാണ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ ശാന്തഗിരി ഒരുങ്ങിക്കഴിഞ്ഞു. കാരണം ഈ ആദ്യ ദിവസങ്ങൾ തന്നെ അത്രത്തോളം ഒരു സ്വീകാര്യത ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം നിരവധി ആളുകൾ, നിരവധി കുട്ടികളാണ് ഈ ശാന്തഗിരി ഫെസ്റ്റിന്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് ഈ പ്രവേശനം ഉള്ളത്. വലിയ ഒരു തിരക്ക് ഈ ആദ്യ ദിവസങ്ങൾ തന്നെ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടേട്ടനാണ്. ഈ കുട്ടേട്ടനെ കാണാനും ഈ കുട്ടേട്ടനുമായി സംവദിക്കാനുമുള്ള ഒരു അവസരം കിട്ടിയതിന്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് കുട്ടികളും ഉള്ളത്. കാരണം ഈ സമയം മുതൽ തന്നെ കുട്ടികൾ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടേട്ടനുമായി സംവദിക്കാനും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം ഈ ഫ്ലവർ ഷോയാണ്. ഈ ഫ്ലവർ ഷോ കാണാനും മറ്റ് കൗതുകങ്ങൾ വീക്ഷിക്കാനും എന്തായാലും വലിയ ജനകീയ പങ്കാളിത്തമാണ് ശാന്തഗിരിയിലേക്ക് എത്തുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും തിരുവനന്തപുരത്ത് പോത്തങ്കോട് നടക്കുന്ന ശാന്തഗിരി ഫെസ്റ്റ് വലിയൊരു കൗതുകമായിരിക്കും. കുട്ടികളൊക്കെ തന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരുപാട് അവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഫെസ്റ്റിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു.